ഇത് കണ്ടോ ഗൈസ്, ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നത് കണ്ടോ? ഇത് മൊത്തം ഒരു വലിയ ഫിഷ്. ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വ്ളോഗാണ് കേട്ടോ. ഞങ്ങൾ മാത്രം, അതായത് നമ്മൾ 4 ആൾ മാത്രം സെലിബ്രേറ്റ് ചെയ്ത ഒരു ബർത്ത്ഡേ പാർട്ടി. പാർട്ടിയല്ല, പാർട്ടിയൊന്നും പറയാനായിട്ടില്ല. കാരണം ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ്ങും പിന്നെ പുറത്ത് പോയി ഫുഡ് കഴിച്ചു, പിന്നെ ചേട്ടൻ്റെ വക എനിക്കൊരു ഗിഫ്റ്റും, അങ്ങനെയൊക്കെയായിരുന്നു ഈ ബർത്ത്ഡേയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ചേട്ടൻ മേടിച്ചിട്ട് വന്ന കേക്ക് മാംഗോൻ്റെ ആയിരുന്നു കേട്ടോ. മാംഗോയുടെ സീസൺ ആണല്ലോ, അപ്പോൾ അഫ്കോഴ്സ് ചേട്ടൻ മാംഗോൻ്റെ കേക്ക് മേടിച്ചിട്ട് വന്നു. അങ്ങനെയൊന്നുമല്ല കേട്ടോ, ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ചേട്ടൻ മാങ്ങയുടെ കേക്ക് മേടിച്ചിട്ട് വന്നതാണ്. പക്ഷേ ടേസ്റ്റ് അടിപൊളിയായിരുന്നു. പകുതി ഭാഗം ഞാനും യോഗൂടം തന്നെയാണ് തിന്ന് തീർത്തത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണ്ട കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ കുഞ്ഞിയുടെ കളിപ്പാട്ടവും കാര്യങ്ങളും ഒക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ കുഞ്ഞുള്ള വീട് എന്തായാലും അങ്ങനെ കുറച്ച് മെസ്സി ആയിട്ടിരിക്കും, ഒന്നും തോന്നരുത് കേട്ടോ. നമ്മൾ എത്ര ക്ലീൻ ചെയ്ത് വെച്ചാലും ഇവൻ ഓരോ സാധനങ്ങൾ വന്നെടുക്കും, അത് താഴെ ഇടും. എനിക്ക് കാലത്തൊട്ട് വൈകുന്നേരം വരെ അതെടുത്ത് വെക്കാനേ നേരം ഉണ്ടാവുള്ളൂ. പിന്നെ ഞാനതങ്ങ് മടുത്തു. പിന്നെ ഞാൻ എല്ലാം കൂടി വൈകുന്നേരമായി ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യല്. കുഞ്ഞിനെ പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ്റെ പ്രായം അതാണ്. അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോയത് ഡെൽമ മോളിലേക്കാണ്. ചേട്ടൻ്റെ പ്ലാൻ വേറെ ആയിരുന്നു. ചേട്ടൻ എനിക്ക് സർപ്രൈസായിട്ട് ഗോൾഡിൻ്റെ ചെയിനും അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു ഐറ്റം മോതിരോ റിങ് അങ്ങനെയൊക്കെ ആയിട്ട് മേടിക്കാമെന്നായിരുന്നു പ്ലാൻ. പക്ഷേ എൻ്റെ ഇഷ്ടം നോക്കാണ്ട് മേടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പാളിപ്പോവും എന്ന് വിചാരിച്ചിട്ട് ചേട്ടൻ തിരിച്ചു പോന്നു. ലേറ്റായിട്ട് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഓഫീസിൽ നിന്ന് ലേറ്റായിട്ട് വരും, ഇന്ന് ഓവർ ടൈം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് വിശ്വസിക്കുകയും ചെയ്തു. എന്നിട്ടാണ് എൻ്റെ അടുത്ത് പറയുന്നത് ഇങ്ങനെയായിരുന്നു പ്ലാൻ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഞാൻ തന്നെ വേണ്ടാന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് പറയുക, സ്വർണ്ണത്തിനുണ്ടല്ലോ ഭയങ്കര റേറ്റാണ്. നമ്മൾ സ്വർണ്ണമൊക്കെ മേടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പാളിപ്പോവും. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു എനിക്ക് ഡ്രസ്സ് മതി. എന്തായാലും ജോക്കൂട്ടൻ്റെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയനാണ്, അപ്പോൾ എനിക്ക് സാധാ സിമ്പിളായിട്ട് ഒരു ഡ്രസ്സ് മതി എന്ന് പറഞ്ഞു. സാരി ഒക്കെ കൊടുക്കാനൊന്നും പറ്റില്ല, കാരണം അത്രയും ചൂടാണ്. ആ ചൂടത്ത് ഈ സാരി ഇട്ട് നിന്ന് കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് വയ്യ, പറ്റൂലന്നേ. അതുകൊണ്ട് എനിക്കൊരു ഡ്രസ്സ് മാത്രം മതി എന്ന് പറഞ്ഞായിരുന്നു. അപ്പം അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല ഡ്രസ്സും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മനസ്സിന് പിടിക്കുന്ന ഡ്രസ്സ് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വലിയൊരു ടാസ്ക് തന്നെയാണ് നമ്മൾ ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം. അല്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഫൈനലി ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്തു. ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പക്ഷെ അത് കാണിക്കാൻ പറ്റില്ല. കാണിക്കാൻ വേണ്ടിയിട്ടാട്ടാ വീണ്ടും അതേ സെക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. സിമ്പിളായിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. കുറേ വർക്കും കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെടാറുമില്ല, ഞാൻ എടുക്കാറുമില്ല. ഞാൻ സിമ്പിളായിട്ടുള്ളൊരു ഡ്രസ്സ് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു ഡ്രസ്സാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് കേട്ടോ. എൻ്റെ ഭാര്യ ഫൈനലി സെലക്ട് ചെയ്തു കേട്ടോ. എടുക്കും, ഞങ്ങൾ ഓൾറെഡി ബില്ല് ചെയ്തു. അപ്പോഴാണ് നമ്മൾ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയില്ല എന്ന് കണ്ടത്. അപ്പോൾ ഞാൻ എടുത്തു. ഇതാ സാധനം കേട്ടോ എടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട്. അത്യാവശ്യം നല്ല വിലയുണ്ട് കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് നമ്മുടെ വഴിയോരം റെസ്റ്റോറൻറ്റിലേക്കാണ്. ആസ് യൂഷ്വൽ നമ്മുടെ വഴിയോരമാണ് നമ്മുടെ സ്പോട്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഫുഡ് ഇന്ന് മാറ്റി പിടിച്ചു. അതായത് നമ്മൾ ശേരി പൊള്ളിച്ചതും പിന്നെ വരട്ടിയ ബീഫ്, അതായത് ബീഫ് ഫ്രൈ, BDF എന്ന് പറയുന്നുണ്ട്. ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല BDF. ചേട്ടൻ BDF എന്ന് പറയുമ്പോഴാണ് ഞാൻ എന്ന് ചോദിക്കുന്നത്. ഓക്കെ, പൊറോട്ടയും പിന്നെ എന്തായിരുന്നു, ജോക്കൂട്ടന് ചില്ലി ചിക്കൻ അങ്ങനെ എന്താണ് മേടിച്ചതെന്ന് തോന്നുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയി. അതായിരുന്നു എൻ്റെ ചെറിയൊരു ബർത്ത്ഡേയുടെ സെലിബ്രേഷൻ. ഇത് കണ്ടോ ഗൈസ്, ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നത് കണ്ടോ? ഇത് മൊത്തം ഒരു വലിയ ഫിഷ്, ബീഫ്, ചിക്കൻ, ഒരു ജ്യൂസ്, പൊറോട്ട, ചായ. ഇതൊക്കെ എങ്ങനെ നടക്കുന്നു മമ്മി? അല്ലേ ജോക്കുട്ടാ?
എന്നെ ട്രോളാനായിട്ട് എൻ്റെ വീട്ടിൽ കെട്ടിയെന്നുള്ളപ്പോൾ വേറെ എന്തിനാ ഒരാൾ എന്നെ ഫുൾ ടൈം ഇങ്ങനെ ട്രോളിക്കൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്